ഹലോ, അപ്പം നമ്മളുടെ അടുത്തൊരു വീഡിയോ കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ഔട്ടിങ് വീഡിയോ ആണ്. പുതിയ സ്മാർട്ട് ഫോണാണ് ഗൈസ്. എക്സ്പെക്ടേഷൻ റിയാലിറ്റി. ഞാൻ ഷാനിക്ക് കാണിച്ചു കൊടുപ്പോ ഇങ്ങനെ എക്സ്പെക്ടേഷൻ റിയാലിറ്റി. അവരെന്ത് പറഞ്ഞു അഭിപ്രായം? അതാണ് ഭംഗി വെച്ചത് ഈ റോഡ്. അപ്പോൾ നമ്മളുടെ ഫുൾ ഏരിയ ഇപ്പോൾ ഇതുപോലെ ടാറൊക്കെ ഇട്ട് അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് ദൂരമുള്ള ഒരു പാർക്കാണ്. പാർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെട്ട്പിറ്റ് പാർക്ക് പോലെയല്ല, നമ്മൾ സെമ്മൊഴി പൂങ്ക എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടും പിന്നെ പല ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്ലവർ ഷോ കാണാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടു. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. പക്ഷേ ഇത്രയും നാൾ നമ്മൾ 15 വർഷത്തോളം ചെന്നൈയിലായിട്ട് ആദ്യമായിട്ടാണ് സെമ്മൊഴി പൂങ്കയിൽ വന്നേക്കണേ. പക്ഷെ അത് ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടായത് എന്തുകൊണ്ടും അടിപൊളിയായി എന്ന് പറയാമോ. കാരണം വെയിറ്റ് ചെയ്തതിന് ഒരു വെർത്ത് വെയിറ്റിംഗ് എന്ന് പറയുമല്ലോ, അങ്ങനെയായിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ സെമ്മൊഴി പൂങ്ക വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് വരണേ. പക്ഷേ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് വന്നപ്പോൾ അതൊരു ടോട്ടൽ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഊട്ടിയിലും അല്ലെങ്കിൽ പല സ്ഥലത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, പല ഏർക്കാട് കൊടൈക്കനാൽ അവിടെയൊക്കെ ഫ്ലവർ ഷോ ഒക്കെ നടക്കാറുണ്ട്. നമ്മൾ തൃശ്ശൂർ വരെ വന്നിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണേ. അപ്പോൾ വളരെ 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 എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറയുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഓരോരോ ക്ലിപ്സിന് അടുത്തടുത്ത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഭംഗിയാണ്, വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സാണെന്നുള്ളത്. അഡൾട്ട്സിന് 200 രൂപയും കുട്ടികൾക്ക് 100 രൂപയാണ് കേട്ടോ ചാർജ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ എൻട്രൻസിൽ വന്നിട്ടുള്ളൂ, പക്ഷേ അവിടെ തന്നെ ശരിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമായിട്ട് ആൾക്കാർ കൂട്ടം കൂടെ നിൽക്കുക. നീ അങ്ങോട്ട് തട്ടി വീടരുത് കേട്ടോ, നാശവും ഉള്ളത് അവള് വീണേനല്ല. ഇതെന്ത് കണ്ടിട്ട് തോന്നണു? ഞാൻ ആദ്യമായിട്ടൊരു ഫ്ലവർ ഷോ നിക്ക് നിക്ക്. ഡോപ്പറ കൊണ്ടുവരായിരുന്നു. എന്താ ഇത് നോക്ക്, ഒരു ഷേപ്പ് ഉണ്ടാക്കിയേക്കണം. സാധാരണ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നോക്ക് അവിടെ. അതിൽ നോക്ക്. അതിന് ശരിക്കും നടക്കടാ. നോർമലി ചെന്ന് ചവിട്ടരുത്, അവർ ചീത്ത പറയുന്നേ. ആ ഫൗണ്ടന്റെ അവിടെ പോയി വന്നാലോ നിത്യശ്രീ? അപ്പം നമ്മൾ ഇവിടെ സൺഡേ ആയിരുന്നു വന്നത്. അപ്പോൾ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ സൺഡേ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോളിഡേയിൽ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതിപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് ജാനുവരി 19th വരെയുള്ളൂ ഈ ഒരു ഫ്ലവർ ഷോ. അത് ലാസ്റ്റാണ്, അതായത് 2 വീക്കെൻഡ്സ്. ഇപ്പോൾ ഈ വീക്കെൻഡ് കഴിഞ്ഞാൽ അടുത്ത വീക്കെൻഡോട് കൂടി ഇത് കഴിയും. അപ്പോൾ പിന്നെ എല്ലാവരും വരും. പിന്നെ പൊങ്കലും കൂടിയാണ്, അപ്പോൾ പൊങ്കലിൻ്റെ ഹോളിഡേയ്സും വരാൻ പോകും. അപ്പോൾ അതിൻ്റെയും തിരക്ക് എന്തായാലും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഓരോ സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ആ ഒരു ഇത് കിട്ടില്ല. നമ്മൾ ഫോട്ടോ എടുത്താൽ നമ്മുടെ കൂടെ മറ്റുള്ള ആൾക്കാരും പതിയണ ഒരു അവസ്ഥയായിരുന്നു. എന്നാലും ഓക്കെ, നമുക്ക് ഫോട്ടോ എടുത്തു, നമ്മൾ മതിയാവണം വരെ എടുത്തു. ഫോണിൻ്റെ മെമ്മറിയൊക്കെ കഴിയണ വരെ എടുക്കാനുള്ളതുണ്ട്, അതൊക്കെ എടുത്തു.
എന്നാലും നമുക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മൾ മാത്രമുള്ള ഫോട്ടോ കിട്ടാൻ എനിക്ക് തോന്നുന്നത് നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലേ. ഇപ്പോൾ കുറേ തത്തകളൊക്കെ അവിടെ ജീവിക്കുന്നു തോന്നുന്നു. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഉള്ള ബഹളം കാരണം തത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കലായിരുന്നു ശബ്ദം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ഒരു സ്ഥലത്തിനെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് അവർക്ക് ശരിക്കും ശല്യം ഉണ്ടാക്കുകയാണ് ചെയ്യണേ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളൊന്നും പോയി കണ്ടില്ലെങ്കിൽ നമുക്ക് ഒരു നഷ്ടം തന്നെയാണല്ലോ. അതാണ് നമ്മളും അങ്ങനെ പോകണേ. പിന്നെ അവിടെ നിറച്ച് വോളണ്ടിയേഴ്സ് പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് കൂടുതലായിട്ട് നിൽക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിസിലടി കേൾക്കുമ്പോൾ നമുക്കറിയാം, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് അധികം നേരം നിന്ന് ഫോട്ടോ എടുക്കാനായാലും അല്ലെങ്കിൽ കാണാനായാലും അധികം നിൽക്കാൻ പറ്റില്ല. നിറച്ച് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാണ്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതൊക്കെ കണ്ടിട്ടാണ് തീരെ എന്താ പറയുക, ഇവിടെയൊക്കെ നിന്ന് ശരിക്കും തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. ആൾക്കാർ മാറണേ ഉണ്ടായിരുന്നില്ല. 100 ഫോട്ടോസ് എടുത്ത് നിൽക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ദേഷ്യം വരും. നമ്മളും അതുപോലെ നിന്ന് ഫോട്ടോ എടുക്കുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ഓക്കെ, ഇതൊക്കെ കണ്ണിന് എന്താ പറയുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന വേർഡാണ്. അത്രയ്ക്കും ഭംഗിയായിട്ടുള്ള വ്യൂസ് കാണുമ്പോൾ ഫോട്ടോയിൽ അത് പതിപ്പിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാമല്ലോ. അതാണ് ഈ വീഡിയോ ചെയ്യണതിൻ്റെയൊക്കെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി സെപ്പറേറ്റ് ആയിട്ട് സെമ്മൊഴി പൂങ്കയിലൊന്ന് പോകണമെന്നുണ്ട്. കാരണം ഇതൊന്നും ഇല്ലാണ്ട് അവിടെ എന്താ ഉള്ളതെന്നൊന്നും അറിയണമല്ലോ. ഫുള്ളായിട്ടുള്ള ക്രോക്കഡൈലിൽ വരെ ഒരു ഫ്ലവറി എലിഫന്റിൽ. പക്ഷേ റോസ് ഫ്ലവേഴ്സാണ് എനിക്കിവിടെ കുറച്ച് കുറവായ പോലെ തോന്നിയത് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആ ഒരു പർപ്പിൾ പിങ്ക് ഫ്ലവേഴ്സ് അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് കിത്തു? ഇഷ്ടമായ കിത്തുന്? അതല്ലേ വരണില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞേ? ആദ്യം വരണില്ല എന്നാ പറഞ്ഞേ. ഞാൻ വരണില്ല നോ. അവിടെ തന്നെ ഇങ്ങനെ ഓരോരോ ഏരിയാസിൽ ഓരോരോ രൂപത്തിൽ ഫ്ലവർ അറേഞ്ച് ചെയ്തിങ്ങനെ വെച്ചേക്കുക. ഫസ്റ്റ് വന്നിട്ട് ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ ക്യൂ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതുപോലെ ഇപ്പം നമ്മൾ ക്രൊക്കഡൈൽ കണ്ടു. ഇനിയിപ്പോൾ ദേ അടുത്തത് നമുക്ക് കാണാൻ പോവാണ്. ആൾക്കാരുടെ തിരക്ക് കാരണം നമ്മൾ ചില സംഭവങ്ങളൊക്കെ ഇതുപോലെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതേ നമ്മൾ ഈ പീക്കോക്കിൻ്റെ അവിടെ വന്നു. പീക്കോക്ക് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ അകലെ നിന്നിട്ടുള്ള ഒരു വ്യൂ നമുക്ക് എടുക്കാം. ഇതുപോലെ ബാക്ക് സൈഡ് വ്യൂ ആണ്. അതുപോലെ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു കുട്ടി പോകണില്ലേ, അപ്പോൾ തന്നെ ഫൈന് അവർ പറഞ്ഞു. നമ്മൾ ടച്ച് ചെയ്യാനോ എടുക്കാനോ അല്ലെങ്കിൽ ഉള്ളിൽ പോകാനോ ഒന്നും പാടില്ല. പിന്നെ ഓരോ സ്ഥലത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കുക അതൊന്നും അലൗഡല്ല. അപ്പോൾ അതിനൊക്കെ ഫൈനുണ്ട്. അവർക്ക് ചാർജ് ചെയ്തു എന്നൊക്കെ പറയണ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു ടോർട്ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ടോർട്ടോയ്സിൻ്റെ ഉണ്ട്. പിന്നെ പല അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കി അവിടെ ഇവിടെയും ഒക്കെ ആർച്ച് പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പാകത്തിൽ. അങ്ങനെ തിരക്ക് കാരണം നമുക്ക് ഒന്നും പറ്റില്ല എന്ന് മാത്രം. ഈ തിരക്ക് കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കഷ്ടപ്പാടിൻ്റെ കഥ എന്ന് പറഞ്ഞില്ല. അത് നമ്മൾ ശരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടിയില്ല. എന്നിട്ട് നമ്മൾ അത് സ്പെൻസർ പ്ലാസ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ. അല്ലാതെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനാണ് ഗൂഗിൾ വരെ പറയണത്. ഇപ്പോൾ സെമ്മൊഴി പൂങ്ക അല്ലെങ്കിൽ സെൻറ്റിനറി പാർക്കിൽ വരണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ക്യാബ് യൂസ് ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ കഷ്ടപ്പാട്. കാരണം നമുക്ക് ഇവിടുന്ന് കവർ ചെയ്തിട്ട് തിരിച്ചു പോകണമല്ലോ. തിരിച്ച് ഓട്ടോയിൽ പോയിട്ട് വീണ്ടും സ്പെൻസറിൽ പോയി കാർ എടുത്തിട്ട് വേണം വരാൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ അധികം നേരം, എന്നാലും ഇത് ഇരുട്ടണ വരെ നിന്നു. പിന്നെ ഒരു ഈവൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു, മാജിക് ഷോ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ അധികം നേരം നിന്നില്ല. കാരണം വീണ്ടും നമുക്ക് അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടൻറ്റ്. ഇനി പോവാത്തവരുണ്ട്, ഇനിയൊരു 1 വീക്കും കൂടി ഉണ്ട് ചെന്നൈയിലുള്ളവർക്ക്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.